സുമി, മോളുടെ ബസ് വരാൻ ഇനിയും സമയമില്ലേ? നീ മോന്റെ ബാഗും ടിഫിനും ഒക്കെ ഒന്ന് വേഗം എടുക്ക്. ചെല്. അവിടെ ഇരിക്ക്. പോകുന്ന വഴിക്ക് ഞാൻ ആ പെൻഷൻ ഓഫീസിന്റെ അവിടെ ഒന്ന് ഇറങ്ങിക്കോളാം. പോകുന്ന വഴിക്കല്ലല്ലോ ഓഫീസ്. അല്ല, ഓഫീസ് വഴിയും പോകാലോ. ഏതായാലും ഈ മാസം എന്റെ പെൻഷൻ അനുവദിക്കും, മുൻകാല പ്രാബല്യത്തോടെ. ഉറപ്പാ? അതെ. മോൻ ഇന്ന് ആദ്യമായിട്ടാ സ്കൂളിൽ പോകുന്നത്. സമയത്തിന് അങ്ങ് എത്തണം. അതുകൊണ്ട് കുട്ടമ്മാവൻ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ പിടിച്ചങ്ങ് പൊയ്ക്കും. സുമി വന്നു. മോനെ, പുതിയ സ്കൂളിലേക്ക് പോവാ. അമ്മ അപ്പൂപ്പനെ മനസ്സിൽ വിചാരിച്ച് ഇറങ്ങിക്കൊള്ളൂട്ടാ. വാമനെ വാ. കുറച്ചു ദിവസം ഇങ്ങനെ കൊണ്ടുവിട്ടേ പറ്റൂ, പിന്നെ ബസ് വരും. ഏർപ്പാടാക്കിയിട്ടുണ്ട്. വരട്ടെ. കാന്തൻ നിൻ സ്വന്തമാം കാന്തന്റെ ബന്ധുക്കൾ അന്യരാണെന്നോർക്ക നീ. അതെ, ഞാൻ നടന്നിട്ടോ ഓട്ടോറിക്ഷയിലോ കാളവണ്ടിയിലോ എങ്ങനെയെങ്കിലും പോയിട്ട് വരാട്ടോ. വാ വാ, ബസ് ഇപ്പൊ വരും. നോക്കാം നോക്കാം. ഇത് വലിയ ശല്യായല്ലോ. ഒനീനെ വിളിക്കുന്നു, VPL വിളിക്കുന്നു, വീഡിയോ കോണും ഫിലിപ്സും ഒരുമിച്ച് വിളിക്കുന്നു. ശശാങ്കൻ സാർ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ടും ശശാങ്കേട്ടൻ അതിന് നിൽക്കാത്തതെന്താ? എന്റെ പ്രമീള എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്ന് എന്നുറക്കെ പ്രഖ്യാപിക്കുന്നുവോ അന്ന് ഞാൻ ഇതിലും വലിയൊരു ഷോപ്പിന്റെ MD ആവും. പ്രമീള ഹോം അപ്ലയൻസസ്. പക്ഷേ അത് നീ ഒരു ഉറപ്പ് പറയുന്നില്ലല്ലോ. ഇപ്പൊ ഈ സ്ഥാപനം തന്നെ ഇന്നത്തെ നിലക്കെത്താൻ കാരണക്കാരനാരാ? ബാല് കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ എന്റെ ഒരുപാട് ബുദ്ധിയും തലച്ചോറും ഇൻവെസ്റ്റ് ചെയ്തു. 50-50 പാർട്ട്ണർഷിപ്പ്. എന്നിട്ട് ശശാങ്കേട്ടന് ഒരു ചെറിയ കാറ് പോലില്ലല്ലോ. അത് പിന്നെ ഒരാൾക്ക് സഞ്ചരിക്കാൻ എന്തിനാ ഒരു കാറ്? കൂടെ ഇരിക്കാൻ പ്രമേളയുണ്ടോ? ചെറുതാക്കണ്ട, ഒരു വലിയ കാർ തന്നെ വാങ്ങാൻ. ഉണ്ടായി. എന്ത് ഉണ്ടായി? ഓ, ആ സണ്ണി നോക്കുന്നു. അസൂയമുത്തയൽക്കാരന്റെ ദിവാസ്വപ്നങ്ങൾ. അവരോട് പോകാൻ പറ. ഹായ് ബാലു. ബുദ്ധിജീവി. എന്തോ ഒന്നെങ്കി വന്നേ. മുടി വലിക്കല്ലേ. അതെ, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ചില സമയത്ത് നിന്നെ കടിച്ച് തിന്നാൻ തോന്നും, മിഠായി തിന്നും പോലെ. സ്നേഹം കൊണ്ടാണെന്ന് അറിയാം. അതിരിക്കട്ടെ, ഈ സ്ഥാപനത്തിൽ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നാ പറഞ്ഞ? അത് ബുദ്ധി അല്ലേ? മുട്ടായിക്ക് ബുദ്ധി വന്നാൽ എന്തായി? ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ടാവും. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാവും. ടിക്കറ്റ് ഞാൻ എടുക്കും നാട്ടിലേക്ക്. ഇത്ര അത്യാവശ്യമായിട്ട് നീ എന്തിനാ നാട്ടിലേക്ക് പോകുന്നത്? എനിക്കല്ല, നിനക്ക്. കേട്ടോ സാർ? എന്ത്? ബാലു സാറിനെ ആരോ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. കയറുന്നില്ല എന്ന്. അയ്യോ, കാറിന്ന് ഇറങ്ങാൻ പറ്റാത്ത വല്ല തമ്പരാക്കന്മാരായിരിക്കും. ചെല്ലു ബാലു. നമസ്കാരം. ഞാൻ അളീനൊന്ന് കാണാൻ. എന്താ? അല്ല, കേസ് വിധിയാവാൻ പോവാ. ജയിലിൽ കൊണ്ടുപോയി തല വെക്കേണ്ടി വരും. അതിന് എന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. മറ്റൊന്നും വേണ്ട, നമ്മുടെ മേലക്കാട്ട പറമ്പിന്ന് കുറച്ച് സ്ഥലം വെച്ച് കാശ് കെട്ടിവെച്ചാ തടി വരാം. അതിന് എനിക്കിപ്പോ പറ്റാതെ ആക്കില്ലേ. ഇപ്പൊ അവന്റെയും ആ സ്വത്തുക്കളുടെയും കാര്യമൊക്കെ ബാലകളിന്നാണല്ലോ നോക്കണത്. ഒരു 1.5 ലക്ഷം രൂപ കിട്ടിയാൽ ഞാനായി, എന്റെ പാടായി. പിന്നെ ഈ വഴിക്ക് ഞാൻ മനസ്സിലായില്ല. അത് ഇനി അങ്ങനെ പറയരുതല്ലയാ. ശമ്പളം വാങ്ങിയിട്ട് 8-9 മാസായി. പോക്കറ്റ് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. ഇത് വല്ലതും വേണ്ടേ? അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇപ്പോഴേ ഇതാണ് എന്റെ സ്ഥിതി. ആ ഇരുട്ടിയുടെ ജേക്കപ്പന്റെ കോട്ടേഴ്സിൽ കയറിയാ ഒന്ന് കുളിച്ചതും പല്ലേച്ചതും.
ഇനി രണ്ടെണ്ണം വിടറങ്ങ ആരെ മുട്ടണമെന്ന് ആലോചിക്ക. പൂരപ്പറമ്പിൽ പെട്ട പട്ടിയുടെ അവസ്ഥയെന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അത് ബാലളിനെ കൊണ്ട് പറ്റൂന്നല്ല, അത് ബാലളിനെ ചെയ്യേണ്ടത്. വാ. അതെ, പൈസ അതെ, ഏത് അക്കൗണ്ടിൽ പെടുത്തിയിട്ടാ നാരായണൻകുട്ടിയുടെ ബുദ്ധിമുട്ട് ഞാൻ തീർക്കേണ്ടത്? അതൊക്കെ ഞാൻ പറയണോ? പണ്ട് 8ാം മാസത്തിൽ നിങ്ങളാ പെണ്ണ് പറ്റപ്പോ എന്റെ ഭാര്യയെ 10 കഴിഞ്ഞ് തന്നെ ചെക്കൻ റിലീസായത്. ആ അക്കൗണ്ട് ആരുടെ പേരില്ല? മലളിന്റെ. പിന്നെ അവള് വിഷം കുടിച്ച് ചത്തു ഇല്ലേ? ആ അക്കൗണ്ട് ആരുടെ പേരില്ല? മലളിന്റെ പേര്. നിർത്താം. അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പേരും പറഞ്ഞ് നീ അമ്മൂനെ വേദനിപ്പിക്കുമായിരുന്നു എന്ന്. സഹിക്കാൻ പറ്റാതെ അവള് അന്ന് എന്നെ പിടിച്ച് അകത്താക്കാൻ അവിടെ ആണുങ്ങളുണ്ടായില്ല. വന്നിപ്പോ ഇവിടെ എന്നോട് വേണ്ടാത്തതിന് നിന്ന ഇവിടെ വന്നിറങ്ങിയതുപോലെ നീ തിരിച്ചു പോവില്ല. ഈ സിറ്റി വിട്ടോണം. എനിക്കങ്ങനെ പോവാൻ പറ്റില്ല. നീ പോയിരിക്കും. ശരി, പോണം, പോയിക്കോളാം. പോട്ടെ. പോണല്ലോ, അതാണല്ലോ അതിന്റെ. കുട്ടമ്മാവാ, ഒന്ന് നോക്കിയ ആരാന്ന്? നമസ്കാരം. മനസ്സിലായില്ല? ചേച്ചിയില്ലേ? എനിക്കോ ഉണ്ടല്ലോ. കൽക്കത്തേരാ? അല്ല, ഇവിടത്തെ ചേച്ചി. ഇവിടെ ഒരു ചേട്ടൻ നിൽക്കല്ലേ, വടി പോലെ. കഥകളി ആചാര്യൻ ശ്രീ കുഞ്ഞുകുട്ടൻ നായര്. നാരായണൻകുട്ടി. കഥ അത്ര ശരിയല്ല. അതും കൊണ്ടൊരു കളിയിലിപ്പോ വേറൊരു കഥ കളി. സുമിത്ര ചേച്ചിയെ കണ്ട് ഒരു കാര്യം പറയാനാ. ഞാൻ അവളുടെ വകയിലൊരു അമ്മാവനാ. പിന്നെ കാര്യം പറയാനാണെങ്കില് അവൾ അത്രയ്ക്ക് കാര്യബോധമുള്ള കൂട്ടത്തിലല്ല. ഇങ്ങോട്ട് പറഞ്ഞോളൂ. നിങ്ങൾ അവരൊന്ന് വിളിക്കണം. അല്ലെങ്കിൽ വേണ്ട. ആരാ കുട്ടമ്മാവാ? കയറിയിരിക്കൂ. നമ്മുടെ കണ്ണമ്മോന്റെ അച്ഛനാ. ഓ, കണ്ടാ തോന്നില്ല കേട്ടോ. പക്ഷെ ആ മണം അതുണ്ട്. അല്ല, കേട്ടുണ്ട്, ധാരാളം കേട്ടുണ്ട്. ആ ചെക്കന് സ്കൂളിൽ പോയിരിക്കുക. നിങ്ങൾ നാട്ടിൽ വന്നും അവർന്ന് അവന്റെ TC വാങ്ങിച്ചെന്നും കേട്ടറിഞ്ഞു. ആ ചെക്കന്റെ കാര്യത്തിൽ എനിക്കെല്ലാം കേട്ടറിവാ. അവന് ഞാനും അച്ഛനൊരു കേട്ടറിവാണല്ലോ. പെങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു എത്തും പിടിയും കിട്ടാതെ കിടക്കാന്ന് എനിക്കറിയാം. നിങ്ങള് ഭർത്താവ് രാവെന്ന് പറഞ്ഞാൽ രാവ്, പകലെന്ന് പറഞ്ഞാൽ പകല്. അല്ല, പെണ്ണുങ്ങളായ അങ്ങനെ വേണം. ഞാനും കെട്ടിയിരുന്ന ഒരുത്തിയെ, അതൊരു പെണ്ണാ. ചതി ചെയ്ത് അത് മിണ്ടാതെ ചിരിക്കാനും കളിക്കാനും പഠിച്ച പെണ്ണ്. പെങ്ങൾക്ക് അറിഞ്ഞൂടാ പെങ്ങളെ, പലത് അറിഞ്ഞൂടാ. അറിയുമായിരുന്നെങ്കിൽ ആ ചെക്കന് വെക്കാനും വിളമ്പാനും നിൽക്കില്ല. മോനെ തേനേന്ന് വിളിക്കാൻ ഈ എനിക്ക് പറ്റാത്ത പോലെ തന്നെ നിങ്ങളെ കൊണ്ടും പറ്റില്ല. പാടില്ല. പോട്ടെ, ചില സത്യങ്ങൾ ചിന്നതാ നാറും. ഞാനായിട്ട് സത്യം പറഞ്ഞ് കുടുംബം നാറ്റിക്കണില്ല. ബാലലിനെ വിചാരിച്ചിട്ടല്ല. നിങ്ങളൊരു പാവ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ വളച്ചിരിച്ച്? ആ ചെക്കനൊന്ന് കിട്ടിയ സന്ധ്യക്ക് മുമ്പ് ഒരു ബസ് ഉണ്ട്. രാത്രി നാട് പിടിക്കാലോ. എന്താ കൊണ്ടുപോകുന്നോ? അതെ, അല്ലെങ്കിൽ അത് കാക്കക്കൂട്ടിൽ വിരിഞ്ഞ കുയിലിന്റെ മുട്ടയാ. ഇനിയിപ്പൊ അത് കാക്കയും കുയിലും അല്ലാതെ ആവണ്ട. അവിടെ നാട്ടില് വല്ല കടയിൽ പൊതിഞ്ഞു കൊടുക്കാൻ നിന്നാലും കിട്ടും 10-25. അതല്ല, അവന്റെ അച്ഛനെ അവനെ പഠിപ്പിച്ച് വലിയ കളക്ടർ ആക്കണമെന്നുണ്ടെങ്കിലേ എനിക്ക് എന്താ ചെന്ന് ഒഴിവാക്കിക്കോട്ടെന്ന്. അതെ, നിങ്ങൾ ഇങ്ങനെ വാലും തലയിലാണ്ട് വായി തോന്നിയത് പറയരുത്. വായി തോന്നിയതല്ല, പണ്ടറിഞ്ഞതാ. കാലിലെ മുറിവ് കണ്ടാ ഊഹിച്ചൂടെ പശു വേലി ചാടിന്ന്. മതി, നിങ്ങൾ ഇനി അധികം കുട്ടമ്മാവാ, അയാൾക്ക് പറയാനുള്ളത് അതാ അതിന്റെ ശരി. ഇന്ന് ഞാനല്ലെങ്കിൽ നാളെ മറ്റൊരാളുടെ നാവിന്ന് നിങ്ങൾ അറിയേണ്ടി വരും പെങ്ങളെ. ആ ചെക്കൻ നിങ്ങളുടെ ബാലുവേട്ടന്
ചത്തുപോയി എന്റെ കെട്ടിയോൾക്ക് മുളച്ച വിത്താ. എനിക്കും നിങ്ങൾക്കും അസുരവിത്ത്. പെങ്ങൾ എന്നെ ഒരു കുഴപ്പക്കാരനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലേ? ആ, 4 പേര് കൂടുന്നിടത്ത് മാന്യമായി കസേരയിട്ടിരിക്കാൻ തന്നെയാ എല്ലാവർക്കും ആഗ്രഹം. പിന്നെ എന്തേ ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന്. ഇതുകൊണ്ടൊക്കെ തന്നെയാ. ഹലോ. ആ സുമി, ആ നാരായണൻകുട്ടി സിറ്റിയിലെത്തിയിട്ടുണ്ട്. അവിടെ കാണും വന്ന ഉടനെ എന്നെ അറിയിക്കണം. ആ. ബാലളിയൻ അല്ലേ? എന്നെ കുറിച്ചായിരിക്കും. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ പെങ്ങളൊരു പാവാ. അല്ല, ഇന്നവനെ കൊണ്ടുപോകണമെന്നില്ല. ഞാൻ നിൽക്കാം 1 or 2 ദിവസം. ബാലളിയനോട് പറയാ ആ ചെക്കന്റെ കാര്യത്തില് ഇക്കാലം വരെ എന്നെ പറ്റിച്ചു, പെങ്ങളെയും പറ്റിച്ചു. ഇനിയും എന്നെ വിഡ്ഢിയാക്കിയാൽ ഞാൻ നാറ്റിക്കും. അറിയാലോ, നാരായണൻകുട്ടി മഹാപാവാ. അപ്പോഴേ കഥകളി ഇപ്പൊ പഴുത്തിട്ടുള്ളൂ, പുഴുക്കാതെ നോക്കാം. ചെല്ലട്ടെ. എന്തിനു സ്കൂളാ? കുട്ടികളൊക്കെ ഇംഗ്ലീഷാ പറയണേ. ആദ്യം ഞാൻ ചമ്മിപ്പോയി, പിന്നെ ഞാനും എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചോട്ടോ. പാലുമാമ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ മാഷ വെക്കുന്നുണ്ടെന്ന്. ഇത് കണ്ടില്ലേ സുമി, മോൻ ഒരു വക കഴിച്ചിട്ടില്ല. മോനെ കണ്ണാ, വേഗം ചെന്ന് കുളിച്ചിട്ട് വാ. നീ അവന് വല്ലതും കഴിക്കാൻ കൊടുക്ക്. ചെല്. ആ, നീ ചെന്ന് കുളിച്ചിട്ട് വാ മോനെ. അതെ, ഇന്ന് കാലത്ത് തുടങ്ങിയ ടെൻഷനാ, അതാ ഞാൻ വിളിച്ചത്. ആ നാരായണൻകുട്ടിയുടെ വരവേ ഒരു ഫ്രോഡ് ലൈന്. കുറെ കാശ് വേണോ അത്രേ, ഇല്ലെങ്കിൽ നമ്മുടെ മോനെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു ഞാൻ. ആ പിന്നെ ഇവിടെ കാണും വന്ന എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒഴിവാക്കിയേക്കണം. കണ്ണനെ കാണിച്ചു കൊടുക്കരുത്. അവന്റെ അച്ഛൻ വന്ന് വിളിച്ചാ എന്ത് പറഞ്ഞാ കൊടുക്കാതിരിക്ക? അച്ഛൻ പറയാൻ കൊള്ളാം. ആ പേരിൽ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ മോനെ കൊടുത്തയക്കാൻ പറ്റുമോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ചളവായോ? ടൈമിംഗ് ഒരു ലേശം തെറ്റിയോന്ന് സംശയം. ഹേയ്, കണ്ടിട്ടുണ്ടാവില്ല. എന്തിനാ? നീ അനുവദിച്ചു തന്ന കോട്ട ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ? എന്റെ മണ്ടൂസെ, നിനക്കിത് എന്ത് പറ്റി? ഞാൻ അറിഞ്ഞത് കുറച്ചു മാത്രം, അറിയാത്തത് കുറേയേറെ, അല്ലേ? കള്ളം പറയാറുണ്ടോ എന്നോട്?
ഞാനോ? സത്യം പറയാതിരുന്നിട്ടുണ്ടോ? പൊളിഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ കുട്ടനോട് എനിക്കിപ്പോ സത്യം പറഞ്ഞ എന്താ? ദേ, നീയാണ് സത്യം. എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും ഒരെണ്ണം, ചെറുത്. എന്റെ ഈ വലിയ ശരീരത്തിലേക്ക് നീ അളന്നു കുറിച്ച് ഒഴിച്ചു തരുന്ന 2 പെഗ് കൊണ്ട് എന്താവാനാ? അതുകൊണ്ടല്ലേ? ഇനിയില്ല, നിർത്തി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ ഒന്ന് ചിരിച്ചേ. ഏത്തോടണം. 101 ഏത്തം വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. 1 മാസത്തേക്ക് സന്യസിക്കണം. എന്ത് വേണമെന്ന് വെച്ചാ പറഞ്ഞാ മതി. എന്റെ മണ്ടൂസ് ഒന്ന് ചിരിച്ച് കണ്ടു. വേണ്ട, നന്നായി അഭിനയിക്കുന്നുണ്ട്. മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോ ഇഷ്ടക്കൂടുതൽ കാണിക്കും. നിങ്ങൾ ആണുങ്ങള്. അഭിനയിക്കാൻ അറിയില്ല എനിക്ക്. അഭിനയിക്കാൻ അറിയില്ലെന്നോ? ഇതെന്താ സിനിമ? വോട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്റെ കുടുംബം കലക്കി? അതേ, എന്റെ പേര് അതേ എന്നല്ല, കണ്ണെന്ന. അറിയാം. അറിയാത്തത് ചിലതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞറിഞ്ഞു വരുന്നു. ഇതോട് പിടിക്കേ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നനയ്ക്ക. ആ പങ്കായ അങ്ങോട്ട് ദൂരെ കള. എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല. വയസ്സായില്ലേ? ഇതിലേറെ വയസ്സുണ്ടായിരുന്നു എന്റെ അപ്പൂപ്പന്. ഓ തളർച്ച വന്ന് കിടക്കോളം എല്ലാ ജോലിയും ചെയ്യായിരുന്നു എന്റെ അപ്പൂപ്പൻ. ഓ നിങ്ങൾക്ക് വയസ്സും വയ്യാകി ഒന്നുമില്ല, കള്ളത്തില്ല. മിടുക്കൻ. മിടുമിടുക്കൻ. ഓ ഭഗവാന്. അല്ല ചോദിച്ചോട്ടെ, തനിക്ക് തന്റെ തള്ളയെ കണ്ടായിട്ട് വല്ല ഓർമ്മയുണ്ടോ? വെളുത്തിട്ടായിരുന്നോ? തന്റെ അച്ഛൻ, ആ കറുത്ത പോലീസുകാരുണ്ടല്ലോ, അയാളും തന്റെ അമ്മയുമായിട്ട് എന്തായിരുന്നു പിണക്കം? അതായത് വൈദ്യം. വരുമമ്മ. ഇല്ല, ഒന്നുമില്ല. കുട്ടി എന്നോട് ചെടി നനയ്ക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. ഞാനത് കാണിച്ചു കൊടുത്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. വേണ്ട. കുട്ടമ്മാവൻ ശ്രീതുമോളെ കൊണ്ട് ഇവിടെ ചെടി നനപ്പിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ കരുതിയാ മതി. ഈ മോനെയും. ഇവനിവിടെ ജോലിക്ക് വന്നതോ വിരുന്നിന് വന്നതോ ഒന്നുമല്ല. ഇവിടുത്തെ മോന്, ഞങ്ങളുടെ മൂത്ത മകൻ. മനസ്സിലായോ? മോൻ പോയി കളിച്ചു. കുട്ടികളോട് കുത്തിച്ചോദിക്കാൻ കണ്ട കാര്യങ്ങള്. ഇവനിവിടെ ജോലിക്ക് വന്നതോ വിരുന്നിന് വന്നതോ ഒന്നുമല്ല. ഇവിടുത്തെ മോന്, ഞങ്ങളുടെ മൂത്ത മകൻ. ആ ചെക്കൻ നിങ്ങളുടെ ബാലുവേട്ടന് ചത്തുപോയി എന്റെ കെട്ടിയോൾക്ക് മുളച്ച വിത്താ. എനിക്കും നിങ്ങൾക്കും അസുരവിത്ത്. പത്ത് 16 ആനകള് നെറ്റിപ്പട്ടൊക്കെ കെട്ടി ഇങ്ങനെ നിരന്നിക്കുക. ആളുകള് ശർക്കരയും പഴവും ഒക്കെ കൊടുക്കും. ഞാനും കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ എടുത്തിരിക്കായിരുന്നു എന്റെ അപ്പൂപ്പൻ. കണ്ണേട്ടൻ ആനപ്പുറത്ത് കയറിയിട്ടുണ്ടോ? പിന്നെ മൈ ഗോഡ്, വീണു പോയാലോ കണ്ണാ? വീണാലും എനിക്കൊരു കുഴപ്പമില്ല. മാവിന്റെ മുകളിൽ നിന്നൊക്കെ വീണിട്ടുണ്ടല്ലോ ഞാൻ. പോള് പറയല്ലേ കണ്ണാ? സത്യം. ഉയരത്തിന്ന് വീഴുമ്പോഴൊക്കെ എനിക്ക് എന്താ തോന്നാന്നറിയോ? ആരോ എന്നെ താങ്ങിയെടുത്ത് കിടത്തണ പോലെ. അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അമ്മ എത്ര. അമ്മയില്ലാത്ത കുട്ടികളെ സ്വർഗത്തിൽ നിന്ന് അവരുടെ അമ്മ. ശ്രീത്തുന് പഠിക്കാനൊന്നുമില്ല. വേണ്ട, എനിക്ക് കഥ കേൾക്കണം. കഥ കേൾക്കാൻ കൊള്ളാത്ത കഥ കുറെ കേൾക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വരാൻ. വേണ്ട, എനിക്കിപ്പോ പഠിക്കണ്ട. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. പറഞ്ഞനുസരിക്കില്ലേ? എന്താ ഇത്? മോളെ, എന്താ അമ്മയും അമ്മയുടെ അമ്മച്ചിയും തമ്മില്? കണ്ണൻ ചേട്ടൻ നല്ല കഥ പറയുമ്പോ എന്നോടിരുന്ന് പഠിക്ക. ഓ പിന്നെ, IAS പരീക്ഷയ്ക്കല്ലേ എന്റെ മോള് പഠിക്കുന്നത്. വെറുതെ ആണോ അച്ഛൻ ഈ അമ്മയെ മണ്ടൂസ് എന്ന് വിളിക്കുന്നത്? മണ്ടൂസ് തന്നെ. എന്താ അമ്മയുടെ പേര്? മണ്ടൂസ്. വെരി ഗുഡ്. മോനെ കണ്ണാ, നീ വന്നേ. ഈ മുട്ടായി എല്ലാവർക്കും കൊടുക്കണം. എന്റെ തല്ലുകൊള്ളിക്ക് കുറച്ച് കൂടുതലും.
പറ്റി നിങ്ങളുടെ അമ്മയ്ക്ക്? അധിക പ്രസംഗം. രാത്രി വിശക്കുമ്പോ കട്ട തിന്നോളും. ഡോൺ വറി, മോൻ കഴിച്ചോ. അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് പനിയുണ്ടോ? ഗുഡ് നൈറ്റ്. സുമി, മക്കളുടെ മുമ്പിൽ വെച്ച് ഞാൻ ചോദിച്ചില്ലാന്നേ ഉള്ളൂ. നിനക്ക് എന്താ പറ്റിയേ? നെറ്റിപ്പട്ടം കാണാനില്ല, അപ്പോഴേ പ്രശ്നം. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇപ്പതേ ഭൂതത്തെ പോലുള്ള ഇരിപ്പും. എന്ത് പറ്റിയടാ മണ്ടൂസേ? എന്റെ അമ്മേ, സംഗതി സ്ട്രോങ് ആണല്ലോ. എന്തായാലും മോളെ കിടത്തിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. അവളിവിടെ കിടന്നോട്ടെ, ഇനിയും അതിനെ പറ്റിക്കണ്ട. വേണ്ടല്ലേ? വേണ്ടെങ്കി വേണ്ട, ഞാൻ സന്യസിക്കാൻ പോവാന്നേ. അപ്പോ ഗുഡ് നൈറ്റ് ആക്കാല്ലേ എന്റെ അമ്മേ?